ഫുഡ് ആൻഡ് ബിയോണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, മക്കളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു മേള നടക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അതിനെക്കുറിച്ച്? അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മലബാർ ക്രാഫ്റ്റ്സ് മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഫെബ്രുവരി 24-ന് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച മേളയാണിത്. മാർച്ച് 9 വരെ നീണ്ടു നിൽക്കുന്ന ഈ മേളയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടനവധി കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. വിദേശികളായ കലാകാരന്മാരും പങ്കെടുക്കുന്നുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ കീഴിലാണ് ഈ മേള പ്രവർത്തിക്കുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയുടെ സാംസ്കാരിക പാരമ്പര്യം ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കാൻ കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് ഈ ക്രാഫ്റ്റ്സ് മേള. കലാകാരന്മാർ അവരുടെ കഴിവിനനുസരിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയും അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുകയും ചെയ്യുന്ന ഒരു അസുലഭ മുഹൂർത്തമാണിത്. കാരണം ഒരു മീഡിയേറ്ററുടെ സഹായമില്ലാതെ നേരിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് കുറഞ്ഞ ചെലവിൽ അത് എത്തുന്നത്. അതുമാത്രമല്ല, നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ട്രഡീഷണലായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഭക്ഷ്യ വിപണന മേളയും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരിൻ്റെ ആ ഒരു ട്രഡീഷണൽ ഫുഡൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കിട്ടുന്ന ഒരു മുഹൂർത്തമാണിത്. കൂടാതെ എല്ലാ ദിവസവും കലാസന്ധ്യകളും അവിടെ അരങ്ങേറുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ കലാസന്ധ്യകൾ ഓരോ ദിവസവും അവിടെ അരങ്ങേറുന്നുണ്ട്. അത് വീക്ഷിക്കാനുള്ള ഒരു മുഹൂർത്തം കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുട്ടികളുമായി സ്റ്റാളുകളിൽ ചെന്ന് നമ്മുടെ വീട് അലങ്കരിക്കാനുള്ള വസ്തുക്കളും നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ വസ്തുക്കളും ചെരുപ്പുകളും ഒക്കെ കുറഞ്ഞ ചെലവിൽ എല്ലാവരും പോയി പർച്ചേസ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് യാത്ര പോവാം. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ വീഡിയോഗ്രാഫിയൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന്. ഞാൻ സഞ്ചരിക്കുന്ന വീഡിയോഗ്രാഫിയൊക്കെ മോളാണ് ചെയ്യുന്നത്. 2 മക്കളും ചെയ്യും, എങ്കിലും കൂടുതലായി ചെയ്യുന്നത് മൂത്ത മകളാണ്. പിന്നീട് എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ തന്നെ സ്വന്തമായാണ് ഷൂട്ട് ചെയ്യാറ്. ആ സമയത്തൊന്നും അവരിവിടെ കാണാറില്ല. അവരൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ തന്നെ എൻ്റെ കിച്ചണിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണിത്. പക്ഷേ സഞ്ചരിക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് സ്വന്തം ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ക്യാമറയല്ല ഉള്ളത്. ഇത് വെച്ച് മോളാണ് ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ യൂട്യൂബിൽ ഒരു ബിഗിനറാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് യൂട്യൂബിൽ ഒരു വളർച്ച സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായി എന്നെ കാണുന്ന ഒരു വ്യൂവറാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അവരെയും കൂടെ സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പോവാം കണ്ണൂർ പോലീസ് മൈതാനിയിലെ ആ മലബാർ ക്രാഫ്റ്റ്സ് മേള കാണാൻ വേണ്ടി. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ലോകത്തിനു മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലബാർ ക്രാഫ്റ്റ്സ് മേള സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ തനത് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകി സഞ്ചാരികളെ ആകർഷിക്കാൻ മേളയിലൂടെ സാധിക്കും. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം നേരിൽ കാണാനും മേളയിൽ നിന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും സാധിക്കും എന്നുള്ളതാണ് ക്രാഫ്റ്റ്സ് മേളയുടെ പ്രധാന പ്രത്യേകത. മലബാറിൻ്റെ തനത് കലാരൂപമായ തെയ്യത്തിൻ്റെ മുഖാവരണമാണ് പ്രദർശന നഗരിയെ അലങ്കരിക്കുന്നത്. പൂർണ്ണമായും പ്രകൃതി സൗഹൃദമായാണ് മേള അലങ്കരിച്ചിരിക്കുന്നത്. പരമ്പരാഗത തനിമ നിലനിർത്തുന്ന ഓലമേഞ്ഞ കുടിലുകളാണ് സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നത്. രാവിലെ 11 മണി മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. അസം, ജയ്പൂർ, ഹരിയാന, ഒഡീഷ, ഉത്തർപ്രദേശ്, തമിഴ്നാട്, കേരളം, കർണാടക തുടങ്ങി 21 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തനത് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിസ്മയവും ഒരുക്കുന്ന മലബാർ ക്രാഫ്റ്റ്സ് മേള ഒരു മായിക പ്രപഞ്ചം തന്നെയാണ്. കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന ക്രാഫ്റ്റ് മേളയിൽ ഓരോ ദിവസവും തിരക്ക് കൂടിക്കൂടി വരികയാണ്. 50 വർഷം കഴിഞ്ഞാലും തിളക്കം നഷ്ടപ്പെടാത്ത എരുമയുടെയും പോത്തിൻ്റെയും കൊമ്പിൽ തീർത്ത ഉൽപ്പന്നങ്ങൾ,
ആസാം കലാകാരന്മാരുടെ കരവിരുതിലുണ്ടായ മുള കൊണ്ടുള്ള ആഭരണങ്ങൾ, പശ്ചിമ ബംഗാൾ പാവകൾ, തമിഴ്നാട് മാലകൾ, രാജസ്ഥാൻ കല്ലുകൾ പതിച്ച മാലകളും ബാഗുകളും, വ്യത്യസ്തമായ ചെരുപ്പുകൾ തുടങ്ങി ആരെയും അത്ഭുതപ്പെടുത്തുന്ന നിരവധി ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. കല്ലുകളും മുത്തുകളും പതിപ്പിച്ച ചെരുപ്പുകൾക്കും ബാഗുകൾക്കും ആവശ്യക്കാരേറെയാണ് കേട്ടോ. കടൽ കടന്നെത്തിയ ശ്രീലങ്കൻ ഉൽപ്പന്നങ്ങൾ അടക്കം നിരവധി വിദേശ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിനുണ്ട്. പേപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ച വിവിധ അലങ്കാര വസ്തുക്കളും കളിപ്പാട്ടങ്ങളും ബാഗുകളുമായി 5 സ്റ്റാളുകൾ ശ്രീലങ്കയിൽ നിന്നുണ്ട്. കേരളത്തിൻ്റെ ബാംബു ഫർണിച്ചർ, ആറന്മുള കണ്ണാടി, ബാംബു ക്രാഫ്റ്റ് ഗാലറി തുടങ്ങിയവയും മേളയുടെ പൊലിമ കൂട്ടുന്നു. കേരളത്തിൻ്റെ തനത് കരകൗശല ഉൽപ്പന്നങ്ങളുടെ 50 സ്റ്റാളുകളാണ് മേളയിലുള്ളത്. കേരള സർക്കാരിൻ്റെ വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ കീഴിൽ നടത്തിവരുന്ന ക്രാഫ്റ്റ്സ് മേള കണ്ണൂരിൽ നടക്കുമ്പോൾ ജില്ല ഏറെ പ്രതീക്ഷയിലാണ്. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായതു മുതൽ വ്യവസായ വികസന രംഗത്ത് ചെറുതല്ലാത്ത കുതിപ്പിലാണ് കണ്ണൂർ. ജില്ലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള സർക്കാരിൻ്റെ പല പദ്ധതികളും പ്രഖ്യാപനങ്ങളും നടപ്പിലായിക്കൊണ്ടേയിരിക്കുന്നു. ഇത്തരം വ്യാവസായിക വാണിജ്യ മുന്നേറ്റത്തിനിടയിൽ ജില്ലയുടെ സാംസ്കാരിക പാരമ്പര്യം ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നതായിരിക്കും മലബാർ ക്രാഫ്റ്റ്സ് മേള. കരകൗശല വിദഗ്ധരായ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യവും സർക്കാർ ഈ മേളയിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. വിനോദസഞ്ചാര രംഗത്ത് ലോകത്തിലെ പ്രധാനപ്പെട്ട 100 ഇടങ്ങളിൽ പ്രത്യേക ഇടം നേടിയ സംസ്ഥാനമാണ് കേരളം. നമ്മുടെ നാടിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടുത്തെ സാംസ്കാരിക പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പല വസ്തുക്കളും വാങ്ങിക്കൊണ്ട് പോവാറുണ്ട്. മലബാറിൻ്റെ തനത് രുചിക്കൂട്ടുകളുമായി ഭക്ഷണ സ്റ്റാളുകളും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മാർച്ച് 9 വരെ നടക്കുന്ന മേളയിൽ വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികളും സജ്ജീകരിച്ചിട്ടുണ്ട്. മലബാർ ക്രാഫ്റ്റ്സ് മേളയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. Until we meet next time, this is Sudha signing off. Thank you for watching my video.